ഗണേശനെന്ന് പല പ്രാവശ്യം പറയണമെങ്കിൽ പുണ്യം കിട്ടുമെന്ന് അല്ലേ? ശരിയാണ്. അത് ഏത് ഗണേശൻ? വിഘ്നേശ്വരനായ ഗണേശൻ. അവൻ്റെ തന്തയാണ് നടേശൻ. ആരാണ്? ആരാണ്? ശിവൻ. ആ, അവൻ്റെ തന്തയാണ്. തന്തക്കിട്ട് ഭാരവെക്കുന്നതാണ് ഈ ഗണപതി. ഗണപതി ഒരിക്കലും തന്തക്കിട്ട് ഭാരം വെച്ചിട്ടില്ല. തന്തയെ ബഹുമാനിച്ച് ലോകം കീഴ്പ്പെടുത്തുവാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശിവന് വരം വച്ച് ഞാൻ ലോകം കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞതും സുബ്രഹ്മണ്യൻ ലോകം ചുറ്റാൻ മയിലിൻ്റെ പുറത്ത് നടന്നപ്പോൾ ശിവൻ ഗണേശൻ അച്ഛനും അമ്മയ്ക്കും ചുറ്റി. അപ്പൊ അച്ഛനും അമ്മയ്ക്കിട്ടും പാര വെച്ചവനാണ് ഈ ഗണേശൻ. അപ്പൊ തന്തക്കിട്ട് പാര വെച്ചവൻ ഈ ഗണേശൻ പറ്റി എന്ത് പറയാനാണ്? തന്തക്കിട്ടും മകനിട്ട് അമ്മയ്ക്കിട്ടും പാര വെച്ച പെങ്ങക്കിട്ടും പാര വെച്ചില്ലേ ഈ ഗണേശൻ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഗണേശൻ. വേണ്ട. ഈ മന്ത്രിസഭയും MLAയും ഒക്കെ ആയതിന് ആ സരിതയെ ഉപയോഗിച്ച് കിട്ടിയതിൻ്റെ പ്രതിഫലമല്ല ചങ്ങാതി. എല്ലാവർക്കും അറിയാമല്ല മന്ത്രിസ്ഥാനം എങ്ങനെ കിട്ടി, MLA സ്ഥാനം കിട്ടി. ആ സരിതയുടെ സ്ഥിതി എന്താണ് ഇപ്പോൾ? നിങ്ങൾ തിരക്ക് അവിടെ തിരക്കുന്നുണ്ടാ? എത്ര ശബ്ദിച്ച് കഴിയല്ല. മരുന്ന് മേടിക്കാൻ കാശുണ്ടാ? അറിയാമോ നിങ്ങൾക്ക്? പിരിവാർത്ത് എന്തിനാ പിരിവാണ്? ഇയാൾക്ക് കാശ് കൊടുത്തൂടെ? ഇയാൾ വേണ്ട. ഇയാൾ ട്രാൻസ്പോർട്ട് മന്ത്രിയല്ലേ? ഇപ്പോൾ മനസ്സാക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് വേണ്ടി പാരലായിട്ട് ട്രാൻസ്പോർട്ട് നടത്താം. നിങ്ങൾ തിരക്ക് നോക്കിയാൽ എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്നുണ്ടല്ലോ, ട്രാൻസ്പോർട്ട് സർവീസ്. ശരണ്യ. ആ ബസ് എവിടെയൊക്കെ നിർത്തണം? ട്രാൻസ്പോർട്ട് ഓഫീസിൽ അവരുടെ അവിടെ പോലും കയറി ഇറങ്ങി ആളെടുത്തുള്ളൂ. നിയമചട്ടയ്ക്ക് ബാധകമല്ല. പേടിയാണ്, ആരും മിണ്ടത്തില്ല. അതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഗണേശൻ. ഒറിജിനൽ ഗണേശനും ഡ്യൂപ്ലിക്കേറ്റ് ഗണേശനുണ്ട്. ഇത് നടേശനാണ്, ശിവനാണ്. ഈ ശിവന്റെ മകനല്ല അത് വേറെ കണ്ടവനിലുണ്ടായ മകനാണ് ഈ ശിവൻ. ശിവനിലുണ്ടായതാണ്. നിങ്ങളിത് തന്നെ എഴുതി എനിക്കൊരു പുല്ലുമില്ലെന്ന്. അത് സാക്ഷാൽ ശിവൻ്റെതല്ലേ, പുത്രനല്ലേ, ശിവപാർവതിയുടെ പുത്രൻ. ശിവപാർവതിയുടെ പുത്രന്മാരിൽ നിന്ന് ഇങ്ങനെയുള്ള അപശബ്ദം വരത്തില്ല. അല്ലെങ്കിൽ പറയുക ഞാൻ ഗണപതിയാണ്, എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മോക്ഷം കിട്ടുന്ന. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഈ സൈസ് പമ്പര വിഡ്ഢിത്തം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അഹങ്കാരത്തിന് കൈയും കാലും വെച്ച്